വാടി നിന്നെ മാത്രം വിചാരിച്ചിരിക്കുന്നു നെഞ്ചിൽ വാടി പെണ്ണെ വാടി വാടി പെണ്ണെ വാടി. ഇവിടെ എന്താണ് ഇതെന്താ എല്ലാരും കാണാത്ത എന്തോ കണ്ടുപോലെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അകത്തോട്ടൊന്ന് കേറിപ്പോകണം. എവിടെയാണോ തള്ളിക്കറി പോകുന്നത്? മെക്കാനിക്കാടോ വിടറോ. മെക്കാനിക്ക കൂളിംഗ് ഗ്ലാസ് എല്ലാം വെച്ചോണ്ടാടാ. ആരെയാടാ പറ്റിക്കുന്നേ? കണ്ണയിലുള്ള സൺഗ്ലാസ് കണ്ടല്ലോ, താഴെയുള്ള യൂണിഫോം കണ്ടില്ലേ പൊട്ടാ. കൈ വിടറോ. താഴേക്ക് നോക്കണം. ഇത് എന്താ? എന്റെ ഭാര്യയും കൊണ്ട് എവിടെ പോകൂടാ? പാട്ട് പാടി ഉണ്ട് കൂടെ വന്നു. ഞാൻ ആര് പിടിച്ചാലും കൂടെ പോകൂടി നീ. ഇനി എവിടെയും വിടില്ല നിന്നെ ഞാൻ. എന്തൊക്കെയാ മമ്മി ഇവിടെ എന്താ കാത് കുത്ത് കല്യാണം എന്തെങ്കിലും ചടങ്ങുണ്ടോ? ഇത്ര ആൾക്കാരെ കൂട്ടി വെച്ചിരിക്കുന്നത്? അതെ, എന്റെ മോനെ തനിയെ ഓടിക്കുന്ന കാറ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് കാണാനാ അയൽവക്കത്തുള്ളവരൊക്കെ വിളിച്ചോണ്ട് വന്നത്. നീ ഒന്ന് പോടാ അവിടുന്ന്. ചോറുണ്ടെങ്കിലേ പണ്ട് ആൾക്കാർ കൂടും, ഇപ്പൊ കാറുണ്ടെങ്കിൽ തന്നെ ആൾക്കാർ കൂടാൻ തുടങ്ങി. എന്താളിയാ സൂപ്പറാണല്ലോ. അതാ ചീഫ് ഗസ്റ്റ് വന്നല്ലോ, ഓപ്പൺ ചെയ്യാം. തുണി മാറ്റേ. ഓഹോ, അത് എന്റെ കൈ കൊണ്ട് തന്നെ. ശരി വിട്. എന്താടാ എങ്ങനെ? സൂപ്പർ. റോജർ സ്റ്റാർട്ട്. പുതുതായിട്ട് എന്തോ ചെയ്യുക. ഇതൊക്കെ എങ്ങനെ നന്നാവാനാ? റോജർ സ്റ്റാർട്ട്. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഒന്നും ശരിയാവില്ലെന്ന്. കാറോ തന്നെ ഓടാനോ? എടോ, തനിക്കൊന്ന് വായടച്ച് നിൽക്കാൻ അറിയില്ലേ? പ്രായം ഓർത്തിട്ടാണ്, ഇല്ലെങ്കിൽ എന്റെ വായ നന്നായി കേട്ടേനെ. ബാറ്ററി എവിടാ? അയ്യോ, ഇന്നലെ അടിച്ച ചാർജിലിട്ടതാ, വെക്കാൻ മറന്നുപോയി. റോജർ സ്റ്റാർട്ട്. പറഞ്ഞ പോലെ കാർ റെഡിയാണല്ലോ. റോജർ കം ഫോർവേഡ്. Stop. Go back. Roger, stop. കൊള്ളാം, കാലക്കി. എടാ കൊള്ളാടാ. ഹലോ എടാ അളിയാ, നീ പറഞ്ഞ പോലെ തന്നെ കാർ ഞാൻ ഇവിടെ കൊണ്ട് ഇട്ടിട്ടുണ്ട്. ശരി, നീ അവിടെ നിന്ന് ഓട്ടോ അടിച്ച് വാ. ഓക്കെ. റോജർ കം ടു മീ. കളക്ഷൻ എടുത്തേ. 1 2 3. ഇത് നീ വെച്ചോ. കോള് വരുന്നു. ഈ സൈഡിലോട്ട് വണ്ടി നിർത്തറ. അങ്ങോട്ട് ഹെൽമെറ്റ് എവിടെയാടാ? ഞങ്ങൾ വാങ്ങാൻ പോവാ. ലൈസൻസ് എവിടെ? അത് ഞങ്ങൾ എടുക്കാൻ പോവാ. RC ബുക്ക് എടുക്കടാ. അത് വണ്ടിയുടെ ഓഫീസ് കാണും. നടക്കുകയാണല്ലേ. ഒരെണ്ണം വരുന്നുണ്ട്, അവന്റെ കയ്യിൽ പൂത്ത പണം കാണും. നിർത്ത്, സൈഡ് കയറ്റി നിർത്ത്, നിർത്ത് അവിടെ നിർത്ത്. കാർ എടുത്തോണ്ട് വന്നിട്ട് ആൾക്കാരെ നീ കൊല്ലാൻ പോവുകയാണോ? കാർ നിർത്തിയിട്ട് അടുത്തോട്ട് വരണമെന്നൊരു മര്യാദ നിനക്കില്ലേ? ഡേയ്,
ആരാടാ അകത്ത്? ഇറങ്ങടാ പുറത്ത്. ഗ്ലാസ് ഒക്കെ ഇട്ട് അകത്ത് മിണ്ടാതിരിക്കുന്നടാ. ഇനി ഇതിനകത്ത് വേറെ വല്ല നടക്കുന്നോ? ഇങ്ങോട്ട് വന്നേ. എന്തോന്നാടാ കാറിൽ നിന്നപ്പോ പുറത്തോട്ട് ഇറങ്ങുന്ന ലക്ഷണമില്ല. ആരാ നോക്ക്. സാറിന്റെ അടുത്താ? ആ ആരാടാ? പുറത്തോടാ. സാർ, കാറിനകത്ത് എന്തോ ഡിങ്കോൾഫി നടക്കുന്ന പോലെ ഉണ്ട്. അടിപൊളി. ഇപ്പൊ കാറാണ് എല്ലാവരും ലോഡ്ജുകളായി ഉപയോഗിക്കുന്നത്. നീ അവിടെ വഴി നോക്ക്, ഞാൻ ഇതുവഴി നോക്കിക്കോളാം. ഞാൻ ആരോട് പറയില്ല. ഇറങ്ങി വാ, നമുക്ക് ഇവിടെ സംസാരിച്ച് തീർക്കാം. ആരുമില്ലാതെ ഈ കാർ എങ്ങനെയാ വന്നേ? അകത്തങ്ങനെ ഒളിച്ചിരിക്കാൻ യാതൊരു നിവർത്തിയുമില്ലല്ലോ. ഇനി വല്ല പ്രേതം വല്ലതും വന്നതാണോ? RC ബുക്ക് ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് തരേണ്ടത് ആര് തരും? ആഹാ, പ്രേതത്തിന് പോലും അറിയാം നമുക്ക് കൈക്കൂലി തരണമെന്ന്. എന്നാൽ ഈ ജനങ്ങളുണ്ടല്ലോ, 10 കുണുവേം തന്നിട്ട് അവന്മാരെടുത്ത് ഫേസ്ബുക്ക് ഇടും. കൊള്ള അടിപൊളി. ഇനി നിങ്ങൾക്ക് ഇതുവഴി പോകുമ്പോ വാസിന് തന്നെ പോവാം. ബായ്. അളിയാ, സൂപ്പർ മോനെ. റോജർ എനിക്ക് മുമ്പേ വന്നല്ലോ. എവിടെയെങ്കിലും ഒക്കെ പോകുന്നു വിചാരിച്ചു. എവിടെ പോകുന്നു? ഇല്ലളിയാ, നീ എവിടെയെങ്കിലും പോകുന്നു വിചാരിച്ചു. അളിയാ, അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കും ഈ കാർ എങ്ങനെയെങ്കിലും റെഡിയാക്കിയിട്ട് അതിലെൻ്റെ മോനെയും മരുമകളെ ഇരുത്തി കണ്ണ് നിറയുന്നത് വരെ കാണുമെന്ന് ആഗ്രഹിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. കാർ അടിപൊളിയായിട്ടുണ്ടല്ലേ അർജുൻ? അത് പിന്നെ അങ്ങനെയല്ലേ വരൂ. ഇതായിരുന്നു എന്റെ സ്വപ്നം റോജർ. നിന്റെ സ്വപ്നം പാലിച്ചതില് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഒന്നല്ല, 2. രണ്ടോ? ആ, ഒന്ന് ഈ കാർ റെഡിയാക്കാന്നുള്ള എന്റെ ആഗ്രഹമായിരുന്നു. മറ്റൊന്ന് ഈ കാർ നിനക്ക് കൊണ്ടുവരുന്നത് എന്റെ അച്ഛന്റെ ആഗ്രഹമായിരുന്നു. താങ്ക്സ്. ആ ഹലോ, താങ്ക്സ് നിനക്കല്ല, നിന്റെ അച്ഛനുള്ളതാ. ഓ, അങ്ങനെയാണെങ്കിൽ മൂന്നാമതൊരു ആഗ്രഹം കൂടിയുണ്ട്. മൂന്നാമതോ? എനിക്കല്ല, എന്റെ അമ്മയ്ക്ക്. പക്ഷേ അത് നിറവേറ്റണമെങ്കിൽ നീ മനസ്സ് വെച്ചാലേ പറ്റൂ കാവ്യ. ഞാനോ? ആ, പറ അർജുൻ. ഈ വണ്ടി നിറയെ പേരക്കുട്ടികൾ ഉണ്ടാവണമെന്നാണ് എന്റെ അമ്മയുടെ ആഗ്രഹം. എന്ത്? കാറ് മുഴുവനോ? ഇത് നിന്റെ ആഗ്രഹമാണോ നിന്റെ അമ്മയുടെ ആഗ്രഹമാണോ?